ഇതാണ് നമ്മുടെ VSSന്റെ ആവശ്യം. കുട്ടൻചെന്നലിൽ കിടന്ന വിശ്വകർമ്മ സമുദായത്തിന്റെ എല്ലാം ഒറ്റ കുടിക്കീഴിൽ കൊണ്ടുവന്ന അഹോരാത്രം കഷ്ടപ്പെട്ട് എല്ലാവരെയും കുടിമകളിലാക്കി. ഇപ്പൊ 1700ഓളം ശാഖകള് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു ഫോട്ടോ വളരെ പ്രയാസപ്പെട്ടാണ് നമ്മുടെ സെക്രട്ടറി ഒപ്പിച്ചെടുത്തത്. നമുക്കിത് ഒരു ആവശ്യമാണെന്ന് നമുക്ക് തോന്നി. കാരണം നമ്മുടെ മക്കളുടെ ആരാധന വെച്ചാൽ ആർക്കറിയില്ല, ഒരു ഫോട്ടോ എങ്കിലും വേണ്ടാൻ. അതുകൊണ്ട് അദ്ദേഹത്തിന് ഞാനിവിടെ സ്ഥാപിക്കുകയാണ് ഫോട്ടോ. അനാച്ഛാദനം ചെയ്തിരിക്കുന്നു. നീ ആ മാലയിട്. ആ ടേബിളിന്റെ പുറത്ത് ശ്യാമൻ എത്തുമോ? അല്ല, മാലയിടും. എല്ലാവർക്കും കാണാൻ. അല്ലെങ്കിൽ ആ കഥവിന് പേരില്ലേ, അത് വേണമെങ്കിൽ മാറ്റി വയ്ക്കാം.
പറയാനായിട്ട് നമ്മുടെ വേദിയിലേക്ക് കടന്നിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട നമ്മുടെ അധ്യക്ഷൻ ശ്രീ KG ഹരിഹരൻ അവറുകൾ, ശ്രീ ചെല്ലമണി അവറുകൾ, വൈസ് പ്രസിഡന്റ് സെക്രട്ടറി ശ്രീ രാജേഷ് കുമാർ അവറുകൾ, ജോയിന്റ് സെക്രട്ടറി ശ്രീ വേണുഗോപാൽ അവറുകൾ, ട്രഷറർ ശ്രീ ഗോവിന്ദരാജ് അവറുകൾ, VSS ജില്ലാ പ്രതിനിധി ശ്രീ ഹരിഹരൻ ആചാരി, VSS താലൂക്ക് യൂണിയൻ പ്രതിനിധി ശ്രീ ശ്യാംകുമാർ, നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനായിട്ട് നമ്മുടെ വാർഡ് കൗൺസിൽ ആവശ്യം വൈകുന്നു തോന്നുന്നു. അതുകൊണ്ട് ശിക്ഷ അതിനെ കൊണ്ട് നിർവഹിച്ച് യോഗ കുട്ടികളെ ക്ഷണിച്ചോളൂ. ആ വേദിയുടെ പുറകിൽ നിൽക്കുന്നവരെല്ലാം അകത്തോട്ട് ദയവായി കയറിയിരിക്കണം. വിശ്വകർമ്മണേ നമഃ. വിശ്വനായക ഹേ ജഗദീശ്വര, വിശ്വശില്പി മഹേശ്വര ദൈവമേ, ആദിവ്യാധികൾ തീർത്തു തരണമേ, ബോധമുള്ളിൽ വിളയിച്ചിടണമേ. നിന്റെ മഹാത്മ്യങ്ങൾ കാണാനുപായങ്ങൾ തന്നിടണമേ ആദി ചൈതന്യമേ. വിശ്വബ്രഹ്മാദിപാവിരാട് ബ്രഹ്മണേ, ശാശ്വതാനന്ദം ഞങ്ങൾക്കു നൽകണേ. വിശ്വനായക വിശ്വകർമ്മേശ്വര, ഈ ചരാചര സൃഷ്ടികർത്താവ് നീ. വിശ്വനായക ഹേ ജഗദീശ്വര, പാഹി പാഹി മാം വിശ്വകർമ്മേശ്വര, പാഹി പാഹി മാം വിശ്വകർമ്മേശ്വര, പാഹി പാഹി മാം വിശ്വകർമ്മേശ്വര, പാഹി പാഹി മാം വിശ്വകർമ്മേശ്വര, പാഹി പാഹി മാം വിശ്വകർമ്മേശ്വര. നമ്മളിൽ നിന്ന് അകന്നു പോയിട്ടുണ്ട്. അപ്പം അവർക്കായിട്ട് നമുക്ക് 1 മിനിറ്റ് മൗനമായി ഒന്ന് പ്രാർത്ഥിക്കാം. യോഗ നടപടികൾ ആരംഭിക്കുകയാണ്. VSS 388 നമ്പർ ശാഖ അധ്യക്ഷൻ ശ്രീ KG ഹരിഹരൻ അവരുടെ വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അധ്യക്ഷ പ്രസംഗത്തിനായി KG ഹരിഹരൻ അവരുടെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. സോറി, സ്വാഗത പ്രസംഗത്തിനായി ശ്രീ KG സെക്രട്ടറി രാജേഷ് അവരുടെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ഇന്ന് ഈ യോഗം ഉദ്ഘാടനം ചെയ്യാനായി എത്തിച്ചേരാനുള്ള ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അദ്ദേഹം ഇവിടെ എത്തിച്ചേരും. നമ്മുടെ വാർഡ് കൗൺസിലും അതുപോലെ തന്നെ കായംകുളം മുനിസിപ്പൽ വൈസ് ചെയർമാനുമായ നമ്മളെല്ലാം പ്രിയപ്പെട്ട ജെ ആദർശ് അവറുകൾ അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുക. ഇന്ന് നമുക്ക് വളരെ ഏറ്റവും പ്രിയപ്പെട്ട നമുക്ക് ഏവരെയും ഓരോ വീട്ടുകാരെയും വളരെയധികം ഇത്രത്തോളം മനസ്സിലാക്കിയിട്ടുള്ള വിശിഷ്ട വ്യക്തി ശ്രീ N ബാബുക്കുട്ടൻ അവർ. അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുത്തുന്നത് തന്നെ നമ്മുടെ ഈ വാർഡിൽ നമ്മുടെ ഈ കുടുംബാംഗങ്ങൾക്കിടയിൽ അതൊരു അധികമുള്ളൊരു കാര്യമാണ്. എങ്കിലും നമ്മൾക്ക് ഒരു അഭിമാനമാണ് അദ്ദേഹം നമ്മുടെ നാട്ടില് DYSP ചുമതലയേറ്റു. അദ്ദേഹം ഇന്ന് ഈ യോഗത്തിൽ വളരെ തിരക്ക് പിടിച്ച് ഓണത്തിന്റെയൊക്കെ പലയിടത്തും പരിപാടികളും കാര്യങ്ങളും ഒക്കെ
നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇന്ന് നമുക്ക് മുഖ്യ പ്രഭാഷണം നടത്താനും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള ആശീർവാദം വിതരണം ചെയ്യാനും അദ്ദേഹം നമ്മുടെ ഒരു പരിപാടിയെക്കുറിച്ച് അറിയിപ്പിച്ചപ്പോൾ വളരെ സന്തോഷത്തോടുകൂടി അതിന് മറുപടി നൽകുകയും ഒക്കെ ചെയ്ത നമ്മുടെ പ്രിയങ്കനായ ബാബുക്കുട്ടൻ അവർ അദ്ദേഹത്തെ ഔദ്യോഗികമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. നമുക്ക് ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിന് അഹോരാത്രം നമ്മുടെ ഈ ചടങ്ങുകൾക്കെല്ലാം പങ്കുവഹിച്ച 388 നമ്പർ ശാഖ എക്സിക്യൂട്ടീവ് അംഗമാണ് വൈസ് പ്രസിഡന്റ് ശ്രീ ചെല്ലമണി അവർ അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു. ജോയിന്റ് സെക്രട്ടറി ശ്രീ വേണുഗോപാൽ അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. ട്രഷറർ ശ്രീ ഗോവിന്ദരാജ് അദ്ദേഹത്തെ VSS 388 നമ്പർ ശാഖയുടെ പേരിൽ ആദരപൂർവ്വം സ്വാഗതം ചെയ്തു. നമ്മുടെ ശാഖയിൽ നിന്നും PSS താലൂക്ക് യൂണിയൻ പ്രതിനിധിയായിട്ടുള്ള ശ്രീ ഹരികരൻ ആചാര്യ അവർ അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു. താലൂക്ക് യൂണിയൻ പ്രതിനിധി M ശ്യാംകുമാർ അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വാഗതം ചെയ്തു. മറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ശ്രീ ഗണേശൻ അദ്ദേഹത്തെ ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു. എക്സിക്യൂട്ടീവ് അംഗങ്ങളായ മോഹനൻ, രാധാകൃഷ്ണൻ, ദേവരാജൻ, ജയകുമാർ, അനന്തകൃഷ്ണൻ എന്നിവരെ ഈ പരിപാടിയിലേക്ക് ഔദ്യോഗികമായി സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. ഈ പരിപാടിയിൽ നമുക്ക് ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി താലൂക്ക് യൂണിയൻ ഭാരവാഹി, താലൂക്ക് യൂണിയന്റെ പ്രസിഡന്റ് കാർത്തിപ്പള്ളി, VSS കാർത്തിപ്പള്ളി താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് എൻ സന്തോഷ് കുമാർ അദ്ദേഹം ഇപ്പൊ എന്നെ വിളിച്ചിരുന്നു. ഇന്ന് സെപ്റ്റംബർ 17 കാർത്തിപ്പള്ളി താലൂക്ക് യൂണിയൻ തന്നെ ഒട്ടനവധി ശാഖകളിൽ പരിപാടി നടക്കുന്നതിനാൽ അദ്ദേഹവും നമ്മുടെ താലൂക്ക് യൂണിയൻ സെക്രട്ടറി കൃഷ്ണാചാര്യ അവர்களுം എത്തിച്ചേരാമെന്ന് നമ്മളെ അറിയിച്ചിട്ടുണ്ട്. നമുക്ക് ഈ ആശംസാ പ്രസംഗത്തിന് വേണ്ടി നമ്മുടെ മുത്താരമ്മൻകോവിൽ ദേവി ട്രസ്റ്റ് അമ്പലത്തിലെ ട്രസ്റ്റ് പ്രസിഡന്റ് ശ്രീ PC ഗോപാലകൃഷ്ണൻ അവർ അദ്ദേഹത്തിന് ആരോഗ്യ സംബന്ധമായ കാരണങ്ങളാൽ എത്തിച്ചേരാൻ സാധിക്കുകയില്ല എന്ന് അറിയിച്ചിരുന്നു. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് അദ്ദേഹത്തിന്റെ പേരിൽ സ്വാഗതം അർപ്പിച്ചുകൊള്ളുകയാണ്. ഇന്ന് നമുക്കിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ മുത്താരമ്മൻകോവിൽ ദേവി ക്ഷേത്രത്തിലെ ട്രസ്റ്റ് സെക്രട്ടറി K രംഗസ്വാമി ശരണ്യാമൃതം അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് നമ്മൾ സ്വാഗതം ചെയ്തോളൂ. നമ്മുടെ മുൻ സെക്രട്ടറി N ശെൽവരാജ് അവർ അദ്ദേഹം ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് ഇതിനു മുമ്പ് ഈ പരിപാടി ഇതുപോലെ തന്നെ ശാഖയുടെ നമ്മുടെ വിശ്വകർമ്മ ദിനവും മറ്റു ചടങ്ങുകൾക്കും കാര്യങ്ങൾക്കും എല്ലാം നേതൃത്വം നൽകുകയും ഇന്നും നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നമ്മളോടൊപ്പം തന്നെ ചേർന്ന് നിന്നുകൊണ്ട് സഹായിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ N ശെൽവരാജ് അവർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നതിന് മുമ്പ് തന്നെ സ്വാഗതം ചെയ്തതിനു ശേഷം 1-2 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിൽ നിന്ന് ഞാൻ വിടവായിട്ടുള്ള ഈ കമ്മിറ്റി അംഗങ്ങൾ ചുമതല ഏറ്റിട്ട് 4 മാസമായി. 4 മാസമാകുമ്പോൾ നമുക്ക് ഒട്ടനവധി കാര്യങ്ങൾക്ക് സാമ്പത്തികമായി പല ചെലവുകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. വർഷങ്ങളായി നമ്മുടെ ഉള്ള ഒരു കമ്മിറ്റിയുടെ തീരുമാനമായിരുന്നു മാസവരി പിരിച്ചെടുക്കുക എന്നുള്ളത്. വളരെ നല്ല രീതിയിൽ അതിനുവേണ്ട എല്ലാ പിന്തുണയും നമ്മുടെ ശാഖയിലെ അംഗങ്ങൾ നൽകിയതിനാൽ അവരോട് സാമ്പത്തികമായി സഹായിച്ചതിന് പേരിൽ വലിയൊരു കടമയാണ് മാസവരി. അതിൽ തരാൻ സഹായിച്ച എല്ലാവർക്കും ഞാൻ ആദ്യമായിട്ട് അവരോട് നന്ദി പറയുകയാണ്. നമ്മൾ ഇതിനു മുമ്പ് ഈ കമ്മിറ്റി ചുമതലയെടുത്തതിന് ശേഷം നമ്മൾ ഒരു എഡ്യൂക്കേഷണൽ പരിപാടി നമ്മളിവിടെ ഋഷിരാജ് സിംഗ് സാറിനെ കൊണ്ട് നമ്മൾ വരികയും അതിൽ നമ്മുടെ വൈസ് ചെയർമാൻ പങ്കെടുക്കുകയും നമ്മുടെ സമുദായത്തിലെ എല്ലാ അംഗങ്ങളും അത് സഹകരിക്കുകയും ചെയ്തു. അന്ന് ആ പരിപാടി കമ്പയർ ചെയ്തത് നമ്മുടെ അശ്വതിയാണ് ആസ്വദിക്കുന്നതിന് വേണ്ടി പറ്റിയത്. ഇന്നത്തെ ദിവസത്തെ കുറിച്ചുള്ള ഒരു പ്രത്യേകത ഞാൻ പ്രത്യേകമായി നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. ലോകമെമ്പാടും പ്രത്യേകിച്ച് ഭാരതീയർ വിശ്വകർമ്മയിൽ നമ്മളിന്ന് നമ്മുടെ വിശ്വകർമ്മ ദിനം ആചരിക്കുകയാണ്. വിശ്വകർമ്മ ദിനത്തോട് അനുബന്ധിച്ച് ഒട്ടനവധി പരിപാടികളും കാര്യങ്ങളും ഒക്കെ മുൻകാര്യങ്ങൾ ചെയ്തിരുന്നു. പക്ഷെ ഇപ്പോ ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് വളരെയധികം ചെലവുകളും കാര്യങ്ങളൊക്കെ ചുരുക്കി ആർഭാടങ്ങളൊക്കെ ഒഴിവാക്കി അത് ആ ദിനം ആചരിക്കുക എന്നുള്ളത് നമ്മുടെ മേൽഘടകത്തിന്റെ നിർദ്ദേശത്തിന്റെ നമ്മളിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങൾക്കും അതിന്റെ പരിഹാരങ്ങളും കാര്യങ്ങളും സംഘടനാ തലത്തിൽ ശക്തി ആർജിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ഉദ്ദേശിക്കുന്ന സംഘടിതമായിട്ടുള്ള കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കൂ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടി കൂടിയാണ് നമ്മൾ ഇങ്ങനെയുള്ള പരിപാടികളെല്ലാം പങ്കെടുക്കുന്നത്. അപ്പൊ ഈ പരിപാടികൾക്കെല്ലാം പങ്കെടുക്കുമ്പോൾ നമുക്ക് സർക്കാരിൽ നിന്നും
അല്ലെങ്കിൽ ഇവിടെ സംസാരിക്കുന്നവരുടെ വാക്കുകളിൽ നിന്നും നമ്മൾ സംഘടിക്കുവാനും വിദ്യാഭ്യാസമായി ഉയരുവാനും ഒക്കെ മുതിർന്ന ആളുകൾ ഇതുപോലെ പരിപാടികൾ വരുമ്പോൾ അവരുടെ വാക്കുകൾ എല്ലാം കേൾക്കുക എന്നുള്ളതാണ് നമ്മുടെ സമുദായത്തിലെ അംഗങ്ങളോട് എനിക്ക് ഈ പരിപാടിയിൽ ബന്ധപ്പെടുമ്പോൾ അവരെ ഇങ്ങനെയുള്ള ചടങ്ങുകളിലേക്ക് സ്വാഗതം ചെയ്യുമ്പോൾ എനിക്ക് അറിയിക്കാനുള്ളത്. നമ്മൾ 9:30 പരിപാടി സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് വിചാരിച്ചത്. ഓണമാണ്, പല കാര്യങ്ങൾക്കും സമയം മാറ്റിവെച്ചിട്ടാണ് ഈ പരിപാടിയിൽ ഇവിടെ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. നമ്മുടെ കുട്ടികൾ ഇവിടെ വന്നിരിക്കുന്ന ഈ പരിപാടി തീരുന്നിടം വരെ ഇവിടെ ഇരിക്കണം. കാരണം രാജേഷ് കുമാർ അവർക്ക് ശാഖ പേരിലുള്ള നന്ദി അറിയിച്ചു കൊടുക്കുന്നു. ഉദ്ഘാടന BSS 388 നമ്പർ ശാഖ അധ്യക്ഷൻ ശ്രീ KG ഹരിയൻ അവരെ വേദിയിലേക്ക് ക്ഷണിച്ചു. നമ്മുടെ 388 ശാഖയിലെ രാജേഷ്, ഗോവിന്ദരാജ്, മറ്റുള്ള എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ്, മറ്റുള്ള സദസ്സിൽ കൂടിയിരിക്കുന്ന നമ്മുടെ 388 ശാഖ പിന്നെ നമുക്ക് മഹത്തായ ഒരു ദിനമായി ആഘോഷിക്കുകയാണ്. ഇങ്ങനെയല്ല ആഘോഷിക്കുന്നത്. ഒരു ശോഭായാത്രയും അതിനോടനുബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും നടത്തണം. ഓരോ വിശ്വകർമ്മിച്ച് അവന്റെ ആത്മാവിൽ പൂർത്തീകരിക്കുന്ന കുലം, ഗോത്രം, ആചാരം, അനുഷ്ഠാനം ഇതൊക്കെ മനസ്സിലാക്കി വേണം നമ്മൾ മുമ്പോട്ട് പോകാൻ. നമുക്കിതൊന്നും വേണ്ട, ഞാൻ ഒറ്റപ്പെട്ട് ഞങ്ങൾ ജീവിക്കുവാൻ എന്നൊന്നും പോക്കാണ് ഇന്ന് നടക്കുന്നത്. അങ്ങനെയല്ല, നമുക്ക് 2 കൈ തന്നിരിക്കുന്നത് ഞാൻ മുമ്പ് പറയുന്നത് പോലെ നമ്മുടെ സ്വന്തം കാര്യം നോക്കാനല്ല, വീട് കിടക്കുന്നവരെ സഹായിക്കാനോടെയാണ്. പിന്നെ നമ്മുടെ ഒരു കാര്യത്തില് ഒരു പ്രത്യേക കാര്യം ഞാൻ സൂചിപ്പിച്ചോട്ടെ. നമ്മുടെ ബഹുമാനപ്പെട്ട ബാബുക്ക സാറ് തിരുവനന്തപുരത്ത് പോലീസ് കോൺസ്റ്റബിളായി ജോലി ചെയ്യുന്ന സമയത്ത് ഞാനൊരു റിക്വസ്റ്റ് നടത്തിയിരുന്നു. നമ്മുടെ ബോധരാണെന്ന് പറയുന്ന ഒരാളുടെ മോൻ അവിടെ പോലീസിന്റെ ഫയർഫോഴ്സിന്റെ റിക്രൂട്ട്മെന്റ് വരുന്നുണ്ട്. ആ പോലീസിന്റെ രീതിയിലാണ് അവിടെ ഇത് തെരഞ്ഞെടുക്കുന്നത്. അപ്പൊ അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം പുള്ളി പറഞ്ഞു ശരി നോക്കട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ ഈ മുതലാളിന്റെ മോനെ അജിത്തിനെ ആദ്യമേ അവിടെ വിളിച്ചു. ഫിസിക്കലിന് ഫെയിലായി പോയി. അവനങ്ങ് മാറിപ്പോയി, മാറി നിന്നു. അന്നേരമാണ് നമ്മുടെ ബാബുട്ട സാർ വരുന്നത്. അപ്പൊ അങ്ങനോട് പാക്ക് ചെയ്ത് പോന്നാ മതി, പിന്നെ ആ പണി നോക്കണ്ട. പക്ഷെ ബാബുട്ട സാറിനോട് ഓടി ചെന്ന് പറഞ്ഞാൽ അരിയൻ സാർ പറഞ്ഞിട്ട് വന്നതാണ്. അതുകൊണ്ട് ഞാൻ ഫിസിക്കലിന് തോറ്റു പോയെന്ന് പറഞ്ഞു. സാരമല്ല, നീ അവിടെ നില്ലെന്ന് പറഞ്ഞു. അദ്ദേഹം ഒരു പോലീസിന്റെ സ്വാധീനം അവിടെ ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് അവിടെ അത് അപ്പീൽ ചെയ്തിട്ട് പറഞ്ഞ നാളെ രാവിലെ വേറെ പിന്നീട് റിക്രൂട്ട് നടത്തുന്ന ആധാരം കൊണ്ട് ജയന്തി അല്ല നമ്മൾ ആഘോഷിക്കും. വിശ്വകർമ്മ ദിനമാണ്. വിശ്വകർമ്മ ദിനം എന്ന് പറഞ്ഞാൽ സ്വയംഭൂവായിട്ട് ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ടതാണ് വിശ്വകർമ്മദേവൻ. വിശ്വകർമ്മദേവനാണ് ഈ പ്രപഞ്ചത്തിലെ സകല സൃഷ്ടികളുടെയും മൂലാധാരം. സൃഷ്ടി സംഹാരത്തിനായി വിഷ്ണു മഹേശ്വര ബ്രഹ്മാവിനെ സൃഷ്ടിക്കുകയും അതിൽ നിന്ന് ആ സൃഷ്ടിയുടെ സംഹാരങ്ങൾ ഉണ്ടാക്കി ജലം നമുക്ക് ഈ പ്രപഞ്ചത്തിൽ വേണ്ട എല്ലാ സാധനങ്ങളും സൃഷ്ടിച്ചിട്ടുള്ളത് വിശ്വകർമ്മദേവനാണെന്ന് ഈ ബ്രിട്ടീഷ് ഒരു എഴുത്തുകാരൻ മാക്സ്വെൽ എന്ന് പറഞ്ഞ ഒരാള് അയാളുടെ ചരിത്ര ഇതുപോലെ തന്നെ അദ്ദേഹമാണ് ഈ വിശ്വകർമ്മദേവനാണ് നമുക്ക് പഞ്ചകർമ്മ ഇതില് വരാൻ വേണ്ടി 5 മൂർത്തികളെ സൃഷ്ടിച്ചു. മനോമയ സിദ്ധി വിസർജന എന്ന പേര് അവരാണ് നമ്മുടെ ഇതിൽ നമുക്ക് വേണ്ട വേദപ്രകാരം കൂടി വിസർജനമാണ്. അപ്പൊ അവര് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടികളെ എല്ലാം ബോധവൽക്കരിക്കുന്നത്. നമ്മളെല്ലാവരും ഇന്ന് വളരെയധികം സന്തോഷത്തിലാണ് അല്ലെ. നമുക്കിന്ന് നമ്മുടെ വിശ്വകർമ്മ ദിനം നമ്മൾ ആചരിക്കുകയാണ്. അപ്പൊ നമ്മളെല്ലാവരും ഒരേ മനസ്സോടെ ഒരേ ചിന്തയോടെ ഇനിയും നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രതീക്ഷയോടെ പ്രതിജ്ഞ എടുത്തുകൊണ്ട് നമുക്ക് നമ്മുടെ ഉദ്ഘാടന ക്രമത്തിലേക്ക് കടക്കാം. ബഹുമാനപ്പെട്ട ശ്രീ ആദർശ് അവരുടെ ഉദ്ഘാടന കർമ്മത്തിലേക്ക് ക്ഷണിച്ചു കൊടുക്കണം. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെയും ക്ഷണിച്ചു കൊടുക്കണം.
ഉദ്ഘാടന പ്രസംഗത്തിനായി ആദർശങ്ങളെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളു. പ്രസിഡന്റ് ശ്രീ മുഖ്യപ്രഭാഷണം ഇവിടെ തന്നെ നമ്മുടെ ഇവിടെ തന്നെ സംഘടനയും ഒക്കെ സ്ഥിരമായി നമ്മൾ നന്ദിയുടെ കടാശ്രമമായിരിക്കാം നമ്മുടെയൊക്കെ തന്നെ ഈ പ്രധാനപ്പെട്ട ചടങ്ങുകൾ ആ ഒരു പൊസിഷനിൽ തന്നെ നമ്മളോട് പങ്കുചേരാൻ കഴിയുന്നു. അതുപോലെ തന്നെ ഇവിടെ സ്വാഗതം ആശംസിച്ച ജിഎസ്എസിന്റെ മെമ്പർ ശാഖാ സെക്രട്ടറി ശ്രീ എൻ രാജേഷ് കുമാർ, ശ്രീ കൃഷ്ണരാജ് ജോലികൾ, നമ്മുടെ പ്രസിഡന്റ് സെക്രട്ടറി ശ്രീ കെ രംഗസ്വാമി, ജിഎസ്എസിന്റെ ശാഖ മുൻ സെക്രട്ടറി എൻ ശെൽവരാജ് ജോലികൾ, ജിഎസ്എസിന്റെ 388 നമ്പർ സൈഡ് ട്രഷറർ ശ്രീ ഗോവിന്ദരാജ്, അതുപോലെ തന്നെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഏറെ പ്രിയമുള്ള പ്രിയമുള്ളവർ, നമ്മുടെ പ്രപഞ്ച സൃഷ്ടാവായ ഈശ്വരമാവിന്റെ സ്മരിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നിവിടെ ചേർന്നിരിക്കുന്നത്. നമ്മുടെ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സെക്രട്ടറിയോട് സൂചിപ്പിക്കുകയുണ്ടായി. ആർഭാടങ്ങൾ കുറിച്ച് വളരെ ലളിതമായ ഒരു ചടങ്ങിലാണ് ഈ ദിനം നമ്മൾ ഇന്ന് ഇവിടെ ആചരിക്കുന്നത്. നമുക്കറിയാം, സംഘടിക്കുകയും ശക്തരാവുക, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക എന്ന ഗുരുദേവന്റെ ഒരു വാക്യം നമ്മുടെ ഇവിടെ ജിഎസ്എസിന്റെ ആ ഒരു സംഘടന വിദ്യ കൊണ്ട് ഇപ്പോൾ പ്രബുദ്ധരായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നേരത്തെ ഞങ്ങൾ വ്യത്യസ്തമായിട്ട് ഒരേ പേര് നമുക്ക് പഠിച്ച്, അതായത് പഠനത്തിൽ തന്നെ കൂടുതൽ ശ്രദ്ധ ചെലുത്തി അവർ നല്ല ആ ഒരു സർക്കാർ തലങ്ങളിൽ മുമ്പ് തന്നെ നല്ല ഒരു പൊസിഷൻ കൈവരിക്കുക. പക്ഷെ നമ്മൾ സംഘടിക്കണം. കാരണം ഇത്തരത്തിലുള്ള ഓരോരോ കൂട്ടായ്മകൾ അതിൽ കൂടി നമ്മൾ സംഘടിച്ചുകൊണ്ട് മാത്രമേ നമ്മൾ ശക്തരാകുകയുള്ളൂ. കാരണം എങ്കിൽ മാത്രമേ നമുക്ക് വേണ്ട കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയൂ എന്നുള്ളത് എപ്പോഴും നമ്മൾ ഓർക്കണം. കാരണം പരസ്പരം അങ്ങോട്ട് വിദ്വേഷത്തോടുകൂടി തന്നെ ഒന്നും വിദ്വേഷം പുലർത്താതെ സ്നേഹത്തോടുകൂടി പരസ്പരം, നമുക്കറിയാം വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട്, കാരണം ഒറ്റ അവസ്ഥയിൽ നേരപ്പെടുക്കുന്നതിന് മുമ്പ് നമ്മൾ വലിയൊരു ദുരന്തവാർത്ത നമ്മൾ കേട്ടത്. കാരണം അവർക്കുള്ള ജീവനെല്ലാം തന്നെ നഷ്ടപ്പെട്ടു. കാരണം അത്തരത്തിൽ മനുഷ്യൻ എന്ത് ചെയ്യുകയാണ്? കാരണം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാരണം നമുക്കറിയാം, കോവിഡ് വന്ന സമയത്ത് നമുക്കറിയാം, കോവിഡ് വന്ന സമയത്ത് എല്ലാവരും കരുതി അന്ന് മനുഷ്യരെല്ലാവർക്കും ആർക്കും മതമില്ല, ജാതിയില്ല, ഈ പറഞ്ഞ സാമ്പത്തിക പണക്കാരെന്നോ പാവപ്പെട്ടവരെന്നോ ബ്ലഡ്വെന്നോ കർത്തവെന്നോ ഒന്നും വ്യത്യാസമില്ലാതെയായിരുന്നു അന്ന് പരസ്പരം സ്നേഹിച്ചു കഴിഞ്ഞിരുന്നത്. പക്ഷെ അന്ന് മനുഷ്യന് ഒരു പാഠം ഉൾക്കൊള്ളുന്നത് നമ്മളോട് പങ്കുവെച്ചത്. ഈ വാക്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ഉള്ളാലെ നമ്മൾ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ ഇനിയും നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന്
ബഹുമാന്യരെ, ഇന്നത്തെ നമ്മുടെ വിശ്വകർമ്മ ദിനത്തോടനുബന്ധിച്ച് VSSന്റെ 388ാം ശാഖ സംഘടിപ്പിച്ച ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ നഗരസഭാ വൈസ് ചെയർമാൻ ശ്രീ ആദർശ്, നമ്മുടെ ഇന്നത്തെ ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്ന ശ്രീ KD ഹരിഹരൻ, സ്വാഗതാശംസിച്ച ശ്രീ രാജേഷ്, മറ്റ് വിശിഷ്ട വ്യക്തികളെ വാർഡുമായിട്ട് ഏകദേശം 30 വർഷത്തെ പരിചയം. കഴിഞ്ഞ 25 വർഷത്തെ യശസ് അല്ല ഇന്ന് ഈ സമുദായം കിട്ടുന്നത്. കാരണം 25 വർഷങ്ങൾക്ക് മുൻപ്, ഒരു 20 വർഷങ്ങൾക്ക് മുൻപ് സമ്പൽ സമൃദ്ധമായ ഒരു വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി അല്ലെങ്കിൽ വിശ്വകർമ്മ കൂട്ടായ്മ ഇത്രയും സൂക്ഷിച്ചു പോകാനുള്ള കാരണം എന്താണ് എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കണം. നമ്മളൊന്ന് ഓർക്കണം, ലോക സൃഷ്ടാവാണ്, ഈ പ്രപഞ്ച സൃഷ്ടാവാണ് വിശ്വകർമ്മ. വിശ്വകർമാവ് എന്ന് പറയുന്നത് പ്രപഞ്ച സൃഷ്ടാവാണ്. അദ്ദേഹമാണ് വിശ്വം സൃഷ്ടിച്ചതെന്നാണ് പറയുന്നത്. അതിനുശേഷമാണ് ശിവനും അതുപോലെ തന്നെ വിഷ്ണു മഹേശ്വരന്മാരൊക്കെ സൃഷ്ടിക്കപ്പെട്ടതാണ്. ഇത് തുടകളിൽ നിന്ന് ഉത്ഭവിച്ചവൻ വൈശ്യനായിട്ടും പാദങ്ങളിൽ നിന്ന് ഉത്ഭവിച്ചവൻ ശൂദ്രനായിട്ടും 4 വർണ്ണങ്ങളായി 4 ജാതിക്കാർ. ഈ 4 ജാതിക്കാരായപ്പോഴത്തേക്കും മേധാവിത്വം ബ്രാഹ്മണരിലേക്ക് വന്നു. പണ്ട് വേദം പറഞ്ഞിരുന്നതും ഗുരുപീഠകളിലൂടെ, ഗുരുപീഠം എന്ന് പറയുന്ന പണ്ട് കുട്ടികളെ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളായിരുന്നു. അവിടൊക്കെ പഠിച്ചു വന്നതെല്ലാം വിശ്വകർമ്മജരായിട്ടുള്ള ആൾക്കാരാണ്. പണ്ട് ഈ ബ്രാഹ്മണ വരുന്നതിന് മുമ്പ് തന്നെ ദൈവത്തെ ആരാധിച്ചിരുന്നതും ഒക്കെ അവർ തന്നെയാണ്. പക്ഷെ അതൊക്കെ മാറി അവരെയൊക്കെ പിന്തള്ളപ്പെട്ടു ഒരു ബ്രാഹ്മണ മേധാവിത്വം വന്നതുകൊണ്ടാണ് വിശ്വകർമ്മജര് കുറെ താഴേക്ക് പോയി. അപ്പൊ അതിനകത്ത് തന്നെ ഞാൻ പറഞ്ഞ ഒരു 25 വർഷത്തെ നിങ്ങൾ മുന്നോട്ട് നിൽക്കും. നമുക്കറിയാവില്ല, എന്നേക്കാൾ വയസ്സുള്ളവരുണ്ട്. അപ്പൊ കഴിഞ്ഞ 25 വർഷത്തിന് മുൻപ് എങ്ങനെയായിരുന്നു ഈ സമുദായം അല്ലെങ്കിൽ സമൂഹം എങ്ങനെയായിരുന്നു ചിന്തിക്കണം. ഇനി നമുക്ക് പിടിച്ചു വരേണ്ടത് 25 വർഷങ്ങൾക്ക് ശേഷമുള്ളതാണ്. അപ്പൊ അതെങ്ങനെ കൊണ്ടുവരണം? പരസ്പര സഹകരണത്തോടുകൂടി മാത്രമേ അത് കൊണ്ടുവരാൻ പറ്റൂ. നമ്മളിൽ ഉള്ളവനും ഇല്ലാത്തവരും ഇല്ലേ, നമ്മുടെ ഈ ഭൂമുഖത്ത് ഉള്ളവനാകുന്നതും ഇല്ലാത്തതാകുന്നതും നമ്മുടെ ഈ പരിസരം അല്ലെങ്കിൽ പ്രകൃതിയാണ് നമ്മളെ അങ്ങനെ കൊണ്ടുവരുന്നത്. നമുക്ക് വളരാനുള്ള സാഹചര്യം, ഉദാഹരണം ഞാനിവിടെ വരുന്നു, ഞാൻ എന്റെ ചെറുപ്പകാലം മുതലേ, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതലേ ഈ മുത്താരമ്മൻ ക്ഷേത്രം തുടർന്ന് വലിയ ക്ഷേത്രം അല്ലെങ്കിൽ ചെറിയ ക്ഷേത്രം ഇരുന്ന സമയം മുതലേ ഞാൻ ഈ അമ്പലത്തിൽ സന്ദർശകനാണ്. കാരണം നമ്മളൊരു വിശ്വാസമുണ്ട് അല്ലേ, നമ്മുടെ ഓരോ ക്ഷേത്രങ്ങളിലും ഓരോ പരിസരങ്ങളിലും ഉണ്ടാകും നന്നാകാൻ വേണ്ടിയാണ്, ആ പരിസരം കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയാണ്. അപ്പം അങ്ങനെ പരിസരം കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയുള്ള ക്ഷേത്രങ്ങളിലേക്ക് നമ്മൾ ദർശനത്തിൽ വരുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു അനുഭൂതിയാണ് അല്ലേ. നമുക്ക് പരസ്പര സഹായം, സ്നേഹം, മറ്റുള്ളവരെ കുറിച്ചുള്ള മോശമായ ചിന്തയില്ല. ഇങ്ങനെയൊക്കെ നമ്മൾ വളർന്നു വരുമ്പോൾ തീർച്ചയായിട്ടും അവിടെയുള്ള അംഗങ്ങളും അതുപോലെ വളർന്നു വരേണ്ടതാണ്. പക്ഷേ നമ്മുടെ സമുദായം, ഞാൻ പറയുന്നതിൽ എനിക്ക് പറയാം, നിങ്ങൾക്ക് പറയുന്നതിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വഴക്കുണ്ടാകും. എനിക്ക് പറയുന്നതിൽ ഒരു കുഴപ്പമില്ല. നമ്മളിൽ കുറച്ചുപേര് രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്, കുറച്ചുപേര് പിന്തള്ളപ്പെട്ടിട്ടുണ്ട്. ഈ രക്ഷപ്പെട്ടു പോയവരാരും തന്നെ തിരിഞ്ഞു നോക്കുന്നില്ല. നമ്മുടെ സമുദായത്തിലുള്ള രക്ഷപ്പെട്ടു പോയിട്ടുള്ള ഒരാളും പോലും ഈ സമുദായത്തിന് പേര് പറയാൻ മോശം, സമുദായത്തിന്റെ കാര്യങ്ങൾ വിളിക്കുമ്പോൾ വരാൻ മോശം ഇല്ലേ. എപ്പോഴും സമ്മേളിക്കുന്നത് ഒരു ഇടത്തട്ട ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഉന്നതിയിലുള്ള ഒരാളും ഇതിനകത്ത് പങ്കെടുക്കുന്നില്ല. ഞാൻ ഈ സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു നേരം എങ്കിലും ഞാൻ ഇതിൽ നിന്ന് പ്രവർത്തിച്ചു പോയ കുറെ ആൾക്കാരെ നമ്മൾ ഓർമ്മിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. നടേശ് ചന്ദൻ, രാജേഷ്, പിന്നെ അതുപോലെ തന്നെ ഗോവിന്ദൻ ജൂബിലറിയിൽ നിന്ന് ഇങ്ങനെ ഒട്ടനവധി ആൾക്കാര് നമ്മളിന്ന് വിട്ടുപോയി. അവരൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തതായിരുന്നു ഇല്ലേ. അപ്പൊ നമ്മളൊരു കൂട്ടി യോജിപ്പ് എന്തായാലും ആവശ്യമാണ്. അതിന് നമ്മൾ വളർന്നു വരുന്ന തലമുറകൾ, അതായത് ഇപ്പം ജോലിയുള്ളവർ കുറെ ആൾക്കാരുണ്ട്, അവരെ എല്ലാം വിളിച്ചു കൂട്ടണം നിങ്ങൾ. അവരെയൊക്കെ വിളിച്ചു കൂട്ടിയാൽ തീർച്ചയായിട്ടും നമുക്ക് വിശ്വകർമ്മജരായിട്ടുള്ള കുട്ടികൾക്കൊന്നും ബുദ്ധിയില്ലാത്തവരെന്നോ അല്ലെങ്കിൽ അറിവില്ലാത്തവരൊന്നും അല്ല. ദൈവം ഒരുപാട് കഴിവ് കൊടുത്തതാണ്, വിശ്വം സൃഷ്ടിച്ചവരാണ് അല്ലെ, ദേവലോകം വരെ സൃഷ്ടിച്ചവരാണെന്നാണ്. അപ്പൊ ആ കഴിവുകളുള്ള ആൾക്കാരെ ഒന്ന് കൂട്ടിയിണക്കി അവരെ ഒന്ന് മുന്നിലേക്ക് കൊണ്ടുവരാൻ തീർച്ചയായിട്ടും
നമ്മളിൽ ഉള്ളവർ സഹായിക്കണം, ഉള്ളവർ മുന്നിട്ടിറങ്ങാമെങ്കിൽ തീർച്ചയായിട്ടും ഈ സംഘടന വലിയൊരു സമുദായമാണ്. നിങ്ങളൊക്കെ ഇപ്പോൾ ചർച്ചാ വിഷയങ്ങളായിട്ടുണ്ട്. നിങ്ങൾ അറിയുന്നില്ല, ഈ ഇലക്ഷൻ സമയത്തൊക്കെ നിയമസഭ ലോകസഭ ഇലക്ഷൻ സമയത്ത് പോലും വിശ്വകർമ്മരുടെ വോട്ട് ബാങ്ക് എങ്ങോട്ട് പോകുന്നു നിങ്ങൾ നോക്കുന്നുണ്ട്. പത്രങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാം അവരെടുക്കുന്ന തീരുമാനങ്ങൾ എന്താണെന്ന് രാഷ്ട്രീയ പാർട്ടികൾ പോലും നോക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ട ആളുകളാണെന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട്. ഒരു സമുദായത്തിൽ ആരെങ്കിലും അംബേദ്കർ പറഞ്ഞതുപോലെ ഭീമറാവു അംബേദ്കർ പറഞ്ഞത്, ഭീമറാവു അംബേദ്കർ ജനിച്ചത് മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്ര നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചതാണ്. മഹാരാഷ്ട്ര സംസ്ഥാനത്തിന്റെ രത്നഗിരി ജില്ലയിൽ അമ്മവാട എന്ന് പറയുന്ന ചെറിയ ഗ്രാമത്തിൽ ജനിച്ച മനുഷ്യനാണ്. അയാൾ ജനിച്ചത് മഹ എന്ന് പറഞ്ഞ സമുദായത്തിലാണ്, പാവപ്പെട്ട ജാതിക്കാരൻ. മഹാരാഷ്ട്ര എന്ന് പറയുന്ന പേരുണ്ടായിട്ട് മഹ എന്ന് പറയുന്ന സമുദായത്തിലൂടെ അയാൾ അത് പറഞ്ഞതാണ്. അദ്ദേഹം പറഞ്ഞതാണ്, ഈ ജാതിയിൽ ജനിച്ചത് എന്റെ കുഴപ്പം കൊണ്ടാണോ? അല്ല. ഒരു വിശ്വകർമ്മജനായിട്ട് ജനിക്കുന്നതൊന്നും ആരുടെയും കുഴപ്പമല്ല. പക്ഷേ വളർന്നു വരുമ്പോൾ ആ സാഹചര്യങ്ങൾ അനുസരിച്ച് അവരെ കൂട്ടിയിണക്കി നല്ല നല്ല മേഖലകളിൽ എത്തിക്കാൻ നിങ്ങൾക്ക് കഴിയും. അതിന് സംഘടന കൊണ്ടേ പറ്റും. നമ്മുടെ ഉദ്ഘാടകൻ പറഞ്ഞ പോലെ വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, ശക്തി കൊണ്ട് അല്ലെങ്കിൽ സംഘടന കൊണ്ട് ശക്തീകരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ലക്ഷ്യം. അതുകൊണ്ട് സംഘടനയെ തള്ളിപ്പറയാതെ മാക്സിമം ആൾക്കാരെ ഇതിനകത്ത് കൊണ്ടുവരണം. ചെറുപ്പക്കാരായുള്ള ആൾക്കാർ വന്നേ പറ്റൂ, വിദ്യാഭ്യാസം ഉണ്ടായവർ വന്നേ പറ്റൂ, ജോലിയുള്ളവർ ഒരു സമയങ്ങളിൽ കണ്ടെത്തി അതിനകത്ത് വന്നേ പറ്റൂ. വന്ന് അവർ ഷെയർ ചെയ്യണം എങ്ങോട്ടാണ് പോകുന്നത്, നമ്മൾ വരുന്ന തലമുറ എങ്ങോട്ട് കൊണ്ടുപോകണമെന്ന് ഷെയർ ചെയ്യണം. കാരണം സാധാരണക്കാരായ വീട്ടമ്മമാർക്കോ അല്ലെങ്കിൽ അന്നന്ന് ഉപജീവനത്തിൽ പോകുന്ന ആളുകൾക്കൊന്നും കുട്ടികളെ ഏത് ലക്ഷ്യത്തിൽ എത്തിക്കണമെന്ന് അറിയില്ല. അപ്പം ലക്ഷ്യത്തിലെത്തിയ ആളുകൾ വേണം ആ മാർഗങ്ങൾ പറഞ്ഞു കൊടുക്കുക. ആ മാർഗങ്ങൾ പറഞ്ഞു കൊടുത്ത് സംഘടനയെ ശക്തീകരിച്ച് ഞാൻ വളരെ വിഷമം ഉണ്ടായി. കാരണം ഈ നമ്മുടെ മുത്താരമ്മൻ ക്ഷേത്രത്തിനോട് അനുസരിച്ച് ഇത്രയും പേരെ ഉള്ളൂ. നമ്മുടെ ഈ സംഘടനയിൽ ഇത്ര ആൾക്കാരെ ഉള്ളൂ. ഇതിനേക്കാൾ കൂടുതൽ ആൾക്കാർ ഉള്ളത് ഏകദേശം ഒരു 100-250 കുടുംബങ്ങൾ കൂടുതലുണ്ട്. അതെ, ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ വാർഡിൽ തന്നെ ഏറ്റവും കൂടുതൽ അംഗങ്ങളാണ്. ഒരു വീട്ടിൽ നിന്ന് ഒരാളെങ്കിലും വന്നാൽ ഈ നാട് നിറഞ്ഞ് വെളിയിൽ വരേണ്ട ആൾക്കാരാണ്. പക്ഷെ ആളുകൾ മാറി നിൽക്കുകയാണ്. അങ്ങനെ മാറി നിൽക്കാതെ നിങ്ങളെല്ലാം കൂടെ യോജിച്ചൊന്നിറങ്ങാമെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവരുടെ വരാൻ ആഗ്രഹിക്കുന്നവരെ കൂട്ടിയിറക്കി കൊണ്ടുവരിക, വലിയ വലിയ മീറ്റിങ്ങുകൾ കൂടുക, കുടുംബ സംഗമങ്ങൾ കൂടുക. അപ്പൊ നിങ്ങളുടേതായ പരിപാടികൾ വെച്ച് അവരെ സംഘടിപ്പിച്ച് നല്ല രീതിയിൽ കൊണ്ടുവരാൻ കഴിയും. തീർച്ചയായിട്ടും നല്ല രീതിയിൽ ഈ സംഘടന മുന്നോട്ട് പോകാൻ പറ്റും. ഹരിഹരൻ പറഞ്ഞതുപോലെ ഞാനതൊന്നും ഓർക്കുന്നില്ല. നമ്മൾ ലക്ഷ്യം ചെയ്തതെന്ന് പറയുന്ന ഒരുപാട് ആളുകളുടെ സഹായം കൊണ്ടാണ് അല്ലേ നമ്മളിവിടെ വരെ എത്തി. ഞാൻ രാവിലെ ചിലപ്പം അമ്പലത്തിൽ വരുമ്പോൾ രാജേഷിനെ വിട്ട് രാജേഷിന് അമ്മയുള്ള ചായ തരും. ആ ചായ കുറിച്ചൊന്നാണ് ഞാൻ കുറിച്ചുപടുത്തിക്കാൻ പറഞ്ഞത്. അപ്പൊ ആ എനർജി എനിക്ക് കിട്ടുന്നത് പറഞ്ഞ രാവിലെ എനിക്ക് കുറച്ച് രാജേഷിനെ വീട്ടിൽ വന്ന് ഞാൻ വന്ന കാര്യം രാജേഷ് വിളിച്ചോടുന്നതായിരുന്നു. അപ്പൊ രാജേഷിന് അമ്മ തരുന്ന ഒരു ഗ്ലാസ് ചായ, ആ ചായ കൊണ്ടാണ് ഞാൻ രണ്ടിടത്ത് വീട്ടിൽ പോയി പഠിപ്പിച്ച ചട്ടത്തിലേക്ക് പോകുന്നത്. അപ്പം അങ്ങനെ നമുക്ക് കിട്ടിയ ശക്തി എന്ന് പറയുന്നത് ഇവിടുന്ന് കിട്ടിയ ഓരോ അംശങ്ങളാണ് അല്ലെ. നമ്മൾ വളർന്നൊന്നുമല്ല, നമുക്ക് ഈ പ്രദേശത്തു നിന്ന് കിട്ടിയ ചെറിയ ചെറിയ ശക്തികളുണ്ടല്ലോ ഇതേപോലെയുള്ള ആ ശക്തികളാണ് നമ്മൾ മുന്നിലേക്ക് നയിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും ഓർക്കുക. അല്ലാതെ എന്റെ അച്ഛനും അമ്മയും മാത്രം ജോലി ചെയ്തുകൊണ്ട് വന്ന ആൾക്ക് ഞാൻ ഇന്ന ജോലി നേടിയിട്ടുള്ളതല്ല. നമ്മളെ ആരാക്കണമെന്ന് വിചാരിക്കുന്നത് നമ്മുടെ സമൂഹമാണ്. നമ്മുടെ സമൂഹം എപ്പോഴും ബഹളവും ശല്യവും അതുപോലെ തന്നെ മയക്കുമരുന്നുകളുടെയും കേന്ദ്രമാണെങ്കിൽ നമുക്കൊന്നും രക്ഷപ്പെടാൻ പറ്റത്തില്ല. നമ്മൾ അതിന്റെ അവരുടെ കണ്ണിയായി മാറി. അപ്പൊ നമ്മുടെ സമൂഹത്തിൽ അതിൻ്റെതായ വിലയുണ്ട്. അതുകൊണ്ട് സംഘടന കൊണ്ട് എല്ലാവരെയും ശക്തരാക്കുക. ഈ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് നടത്തിയ ഈ വിശ്വകർമ്മ ദിനം ഏറ്റവും ഉന്നതങ്ങളിലെത്തട്ടെ. എല്ലാവരുടെയും മനസ്സിലത് പതിക്കട്ടെ. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഈ സമ്മേളനങ്ങൾ വിളിച്ചു കൂട്ടുക. ഓരോ കുട്ടികളെയും അവരുടെ വളർച്ചയിലേക്ക് നയിക്കുവാൻ ലക്ഷ്യപ്രാപ്തിയിലുള്ള ആളുകളെ സഹായിക്കണം. അതുപോലെ തന്നെ ഈ സാമ്പത്തികമായാലും അല്ലാത്തതായാലും മറ്റു സഹകരണം കൊണ്ട് നല്ലൊരു അടുത്ത സമ്മേളനം എന്ന് പറയുന്നത് ഇതിനേക്കാൾ വലിയ ജനാവലിയുള്ള വലിയൊരു സമ്മേളനമായി നമുക്ക് വേണമെങ്കിൽ അമ്പലത്തിന്റെ വലിയ ഓഡിറ്റോറിയത്തിനകത്ത് മാറ്റാനുള്ള സംവിധാനം ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്മകൾ മാത്രമാണ്. അമൂല്യമായ അനുഭവ സമ്പത്തുകൊണ്ട് നമ്മളിൽ ഒരുവനായി നമ്മളോടൊപ്പം നിൽക്കുന്ന വിശിഷ്ടാതിഥി ശ്രീ ബാബുക്കുട്ടൻ അവർക്ക് നമ്മുടെ VSS ശാഖ 388 നമ്പർ ശാഖയുടെ നന്ദിയും കടപ്പാടും അറിയിച്ചു കൊടുക്കുന്നു.
പൊന്നാട എനിക്കുമനെ എല്ലാവരും നന്നായിട്ട് ക്ലാപ്പ് ചെയ്യേ. ആശംസാ പ്രസംഗത്തിനായി DSS 388 നമ്പർ ശാഖ ശ്രീ കെ രംഗസ്വാമി ശരണാമൃതം വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിച്ചു. മുട്ടാരംകോയിൽ സെക്രട്ടറി ശ്രീ കെ രംഗസ്വാമി അവർ വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിച്ചു. ബഹുമാനപ്പെട്ട വിശ്വകർമ്മ സർവീസത്തിനായി അധ്യക്ഷൻ ശ്രീ ഈ യോഗം ഉദ്ഘാടനം ചെയ്യാനാണ് ബഹുമാനപ്പെട്ട നമ്മുടെ വാർഡ് കൗൺസിലെ നഗരസഭാ ഉപാധ്യക്ഷനുമായ ശ്രീ മുഖ്യ പ്രഭാഷണം നടത്തിയ നമ്മുടെ വിശിഷ്ടാതിഥി കായംകുളം DSP ശ്രീ ബാബു സാറ്, ഈ വേദിയിലിരിക്കുന്ന വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി കൃഷ്ണശാല ഭാരവാഹികളെ, വിശ്വകർമ്മ ദിനമായി സെപ്റ്റംബർ 15 ആഘോഷിക്കുകയാണ്. ബാബുക്കൻ സാർ പറഞ്ഞതുപോലെ പ്രപഞ്ച സൃഷ്ടാവായ വിശ്വകർമ്മ ദേവന് നമ്മുടെ വിശ്വകർമ്മ കൂട്ടായ്മ കൃഷ്ണ പ്രദേശത്ത് പണ്ടുപോലെ നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ പൂർവികർ കാണിച്ചു തന്ന ആ മാർഗദർശനം, ആ ക്ഷേത്രം ഉൾപ്പെടുന്ന സംസ്കാരം, അതിൽ നിന്നും ഉടലെടുത്ത വിശാലമായ ഒരു മറ്റുള്ള നമ്മുടെ നമ്മളോടൊപ്പം ജനിച്ചു വളർന്ന മറ്റുള്ള സമുദായങ്ങൾക്ക് നമ്മളിൽ നിന്നുണ്ടായ സാഹോദര്യമായിട്ടുള്ള ജീവിത ശൈലി, ഇതെല്ലാം കൊണ്ട് നമുക്ക് കൃഷ്ണപുരത്തെ, കേരളത്തിൽ എവിടെ ചെന്നാലും കൃഷ്ണപുരത്തു നിന്നാണ് ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ഈ യോഗത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നമ്മുടെ വൈശ്യമാണ് ഈ വാർഡ് പ്രധാനപ്പെട്ട ദിവസം. അതും വളരെയേറെ ആസ്വാദമായിട്ട് ഇന്ത്യയിലെ വിശ്വകർമ്മകൾ ആചരിക്കുന്നുണ്ട്. വിശ്വകർമ്മയുടെ ഈ സെപ്റ്റംബർ 17 എന്ന് പറയുന്നത് അതിന് ചരിത്രം വരുമ്പം പാറ്റ്നയിലെ ഒരു വിശ്വകർമ്മ ക്ഷേത്രത്തിൽ, ഡേറ്റ് കൃത്യം ഓർമ്മയില്ല, വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായ ഒരു വിശ്വകർമ്മ പൂജയ്ക്കോടൊപ്പം, അതായത് വിശ്വകർമ്മ ദിനത്തിൽ നടന്ന വിശ്വകർമ്മ പൂജയിൽ കച്ചുകൂടിയ ഭക്തിഗാനങ്ങളുടെ തെല്ലും തിരക്കും കൂടി അത് നിയന്ത്രിക്കാൻ പോലീസ് ഇടപെടുകയും അതിൽ ധാരാളം ആൾക്കാർ മരണപ്പെടുകയും ആ മരണപ്പെട്ട ആൾക്കാരുടെ ഓർമ്മ നമ്മളുടെ ദിനമായിട്ട് നമ്മൾ 17 ആചരിക്കുന്നു. അങ്ങനെയാണ് വിശ്വകർമ്മ ദിനത്തിന്റെ ഒരു ഉൽപ്പത്തി. അതിന് ഗവൺമെന്റിന്റെ ഇടപെടലിലേക്ക് നമ്മൾ കൂടുതൽ
ശ്രദ്ധ തിരിച്ചിട്ടുള്ള വിശ്വകർമ്മ ദിനമാണ് കേരളത്തിൽ. കഴിഞ്ഞ വർഷം ഇതേ ദിനത്തിലാണ് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി വിശ്വകർമ്മ യോജന പ്രഖ്യാപിച്ചതും വിശ്വകർമ്മയെ പറ്റിയുള്ള ആ വിശ്വകർമ്മക്ക് കിട്ടാവുന്ന ഒരു മാധ്യമ ശ്രദ്ധ ഏറ്റവും കൂടുതൽ കിട്ടിയത് കഴിഞ്ഞ വർഷത്തെ വിശ്വകർമ്മ ദിനത്തിലാണ്. ഇവിടെ നമ്മൾ VSS സംഘടനയുടെ കാര്യത്തിലേക്ക് കടന്നാൽ വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി കേരളത്തിലെ വിശ്വകർമ്മയുടെ ഒറ്റക്കുടക്കീഴിൽ കൊണ്ടുവരികയും അവരുടെ ആവശ്യങ്ങൾ സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക അധികാര കേന്ദ്രങ്ങളിലേക്ക് അവരെ വളർത്തിയെടുക്കുന്നതിൽ സംഘടിപ്പിക്കുന്നതുമായിട്ടാണ് ഈ സർവീസ് സംഘടന മധ്യതിരുവിതാംകൂർ രൂപീകരിക്കപ്പെട്ടത് 1968. അതിനുശേഷം ഇന്നോളം പ്രഗത്ഭരായ നേതാക്കന്മാരുടെയൊക്കെ നേതൃത്വത്തിൽ സംഘടന ഈ നല്ല ശക്തമായ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. കാലാകാലങ്ങളിൽ ഗവൺമെന്റിലേക്കുള്ള ഇടപെടൽ നടത്തുകയും നമ്മളുടെ ശക്തി തെളിയിക്കാനുള്ള കൂട്ടായ്മകൾ സംസ്ഥാന തലത്തിൽ നടത്തുകയും അതിൽ കൂടി രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരുടെ ശ്രദ്ധ പിടിച്ച് വരുത്തുകയൊക്കെ ചെയ്തിട്ടുള്ള സംഘടനയാണ്. എന്നാൽ ഈ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് നമ്മുടെ സംഘടനയുടെ നേതൃത്വനിലയിലുണ്ടായ ശോഷിപ്പ് തീർച്ചയായിട്ടും നമ്മളുടെ ഈ രാഷ്ട്രീയ ഇടപെടലുകളിലേക്കുള്ള ആ കടന്നുകയറ്റത്തിന് തീർച്ചയായിട്ടും ഒരു പോരായ്മ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലുള്ള ഇലക്ഷനിലൊന്നും വിശ്വകർമ്മയെ പരിഗണിക്കുക പോലും ചെയ്തിട്ടില്ല ഈ രാഷ്ട്രീയ. ഇപ്പം ബാബുക്കണ്ണ സാർ പറഞ്ഞ പോലെ ഇലക്ഷൻ വരുമ്പോൾ രാഷ്ട്രീയ നേതൃത്വം ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും അതിന്റെ പ്രയോക്കളായിട്ട് ഞങ്ങളാരും അപ്പം ആ ഒരു ഇതിലെ പ്രയോജനം കിട്ടുന്നതിന് വേണ്ടിയുള്ള രാഷ്ട്രീയ ഇടപെടൽ നടത്താനുള്ള നേതൃത്വം നമുക്ക് പറയണം. അതിന് രണ്ട് രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഇടപെടൽ ഉണ്ടെങ്കിൽ രാഷ്ട്രീയത്തിന്റെ അടിത്തട്ടിൽ നമ്മളുടെ ആൾക്കാരുടെ പ്രവർത്തനമാണ്. ആ രാഷ്ട്രീയ പാർട്ടികളിലേക്ക് നമ്മളുടെ പ്രവർത്തകർ ശക്തമായ രീതിയിൽ ഇടപെട്ട് നേതൃനിരയിലേക്ക് വന്നാൽ മാത്രമേ രാഷ്ട്രീയ രീതിയിലുള്ള ഒരു പ്രയോജനം നമുക്ക് കിട്ടത്തുള്ളൂ. പേര് വിളിക്കുന്ന ക്രമത്തിൽ കുട്ടികൾ വേദിയിലേക്ക് കടന്നു വരേണ്ടതാണ്. വിഷ്ണുവർദ്ധൻ അജീഷ് ഭവനം, വിഷ്ണുവർദ്ധൻ അജീഷ് ഭവനം. ഐശ്വര്യ രഘുനാഥ്, അഭിഷേക് കണ്ണൻ നന്ദാവനം, അഭിഷേക് നന്ദാവനം. അരവിന്ദ് രാജേഷ്, രാജേഷ് കുമാർ, അരവിന്ദ് രാജേഷ്. VHS ആണ് അടുത്തത്. വിജയ് ശ്യാംകുമാർ സംവിധാനം. അർജുൻ ഭവനം, അർജുൻ ഭവനം. എത്തിയിട്ടില്ല അല്ലെ? സാറിന്റെ തിരക്കുണ്ട്, സാറ് പറഞ്ഞാണ്. UKG ധോനി ഹേമന്ത്, ധോനി. UKG വിഭാഗം മിത്ര പ്രദീപ് തോപ്പിൽ, മിത്ര പ്രദീപ് തോപ്പിൽ. ഇഷ വൈശാഖ് കടമ്പാട്ട്, ഇഷ വൈശാഖ്. ശിവാനി കൃഷ്ണകുമാർ, ശിവാനി കൃഷ്ണകുമാർ. KG വിഭാഗമാണ്. അവന്തിക കൊട്ടാരം, ആസിത സുരേഷ് കുരുവിത്തറ, ആസിത. ആരുഷ് ബിനു കോട്ടക്കുഴി, ആരുഷ് അദ്വൈ വിനീഷ്,
ദിനേശ്. ഓക്കെ. മാനവ് ഭവൻ കാപ്പിൽ. അർണവ് രാഹുൽ ശ്രീപത്നം. അർണവ്. അക്ഷയ് കൃഷ്ണ നയാ നിവാസ്. അവന്റെ അടുത്ത ആരതി അയ്യപ്പൻ കെയർ ഓഫ് അയ്യപ്പൻ. അരവിന്ദ് ഭവനം. അരവിന്ദാർ. അശ്വൻ രാധാകൃഷ്ണൻ കെയർ ഓഫ് രാധാകൃഷ്ണൻ. അതെ, അശ്വൻ രാധാകൃഷ്ണൻ. യു പി ഭാഗം വൈഗ തേജസ്വനി അനിൽ പ്രസാദ് ദ്വാരക. തേജസ്വനി. മയൂർ വൈഗ കൃഷ്ണ കെയർ ഓഫ് ഉദയനിവാസ്. വൈഗ കൃഷ്ണ. വിജയശ്രീ ശ്യാംകുമാർ സന്നിധാനം. ഭജനം ഹേംരാജ്. ജീവ സുരേഷ് അമ്പലി സുരേഷ് കെയർ ഓഫ്. കൃഷ്ണ രാജേഷ്. കൃഷ്ണ. ശിവാനി അശോകൻ ശിവാനി ഭവൻ. ശിവാനി. ആദിത്യൻ ഹരിദാസ്. ആദിത്യൻ. വൈഗ രാജേഷ് രാജേഷ് കുമാർ. വൈഗ രാജേഷ്. ആദിഡേ രാജേഷ് കാർത്തിക. ആദിഡേ. ദേവിക സുരേഷ് കുരുവിത്തറ. ദേവിക. ഉണ്ടോ? ഹൈസ്കൂൾ പാൺകുട്ടികളുടെയാണ്. ശിവാനി കെയർ ഓഫ് കണ്ണൻ നന്ദാവനം. അരുണിമ അരുൺകുമാർ അമ്മൻകോവിൽ കിഴക്കതിൽ. അരുണിമ. അതിൽ കൃഷ്ണ രമേശ് ഭവനം. അതിൽ കൃഷ്ണ. അഭിരാമി മുരുകൻ തോപ്പിൽ. അഭിരാമി. ആദി രാജീവ് തറയിൽ. ആദി. അച്ചു രാജീവ് തറയിൽ. അച്ചു. അഭിനന്ദ് വള്ളി ഭവനം. അഭിനന്ദ്. ശിവാനി അശോകൻ ശിവാനി ഭവനം. ശ്രീലക്ഷ്മി ബിനു ഭവൻ. ശ്രീലക്ഷ്മി.
നമ്മുടെ ക്യാഷ് അവാർഡിന്റെ വിതരണം പൂർത്തിയായിരിക്കുകയാണ്.